പണമുള്ള ആളുകളും സ്വാധീനമുള്ള ആളുകളും അവരുടെ മക്കളും മാത്രം പഠിച്ചാൽ മതി. വാർദ്ധക്യവും അവശതയും ഒന്നും പരിഗണിക്കാതെ സോനം വാച്ചുക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ നിരാഹാരം കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. 20-ൽ പരം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാണ്. വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാൻ നോക്കുന്ന രാഷ്ട്രീയക്കാരും സമ്പന്നരായിട്ടുള്ള മുതലാളിമാരും നിങ്ങൾക്ക് തെറ്റി, ഇത് ഇന്ത്യയാണ്, ഇവിടെയുള്ള ജനത പ്രതികരിക്കുമെന്നുള്ള കാര്യം 100% തീർച്ചയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ചോദ്യമുനക്ക് മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷ പേപ്പർ ചോരുക എന്ന് പറയുന്നതൊക്കെ വലിയ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. ഈ ഒരു വിഷയം ചോദ്യം ചെയ്യാന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും മൗലിക അവകാശമാണ്. അതിനെതിരെയാണ് ആ വിദ്യാർത്ഥികൾ മാന്യമായ രീതിയിൽ സമരം ചെയ്തത്. അതിനെയാണ് തല്ലിച്ചതച്ച് ഇല്ലാതെയാക്കാൻ നോക്കുന്നത്. പോലീസ് വേഷം പോലും ഇല്ലാതെ, യൂണിഫോം ഇല്ലാതെ ആളുകൾ വന്നിട്ട് ഗുണ്ടായിസം എന്ന രീതിയിൽ ലാത്തീൻ്റെ മുകളിൽ ആണി വരെ തറച്ചിട്ടാണ് ഈ കുട്ടികളെ അടിച്ചൊതുക്കുന്നത്. കുട്ടികളുടെ ഭാവി അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. അത്രക്ക് വലിയ ക്രമക്കേടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.